ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം പാപ്പാൻ്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉന്നതരായ ഷെയ്ഖ് മുറബിയോടൊപ്പം കൂടുക എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉന്നതരിൽ ഉന്നതരായ, സമുന്നതരായ, ഏറ്റവും വലിയ സ്ഥാനത്തെത്തിയ എൻ്റെ ജീവൻ്റെ ജീവനായ ജാതിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയോടൊപ്പം കൂടുക, ഖാദിരിയ തരീഖത്തിൻ്റെ കാമിലായ ദിക്റ് നൽകുന്ന ജാതിയേരി ഷെയ്ഖ് തങ്ങളുപ്പാപ്പയുടെ ഖലീഫമാരുടെ നമ്പറുകളാണ് ഇതോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇതുവരെ ഖാദിരിയത്തിൻ്റെ കാമിലായ ദിക്റ് ലഭിക്കാത്തവർ അവരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്റ് സ്വീകരിച്ച് സലാമത്താവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തഫ്സീറുൽ ജീലാനി എന്ന കിതാബിൻ്റെ 1-ാം വാള്യം 28-ാമത്തെ പേജിൽ കാണാം. ഗൗസുൽ ആലം തങ്ങൾ പാപ്പ പറയുന്നു, അന്നല്ലാഹു തആല وقد ورد أن الله تعالى أوحى إلى نبي من أنبياء بني إسرائيل. അല്ലാഹു സുബ്ഹാനഹു തആല ബനി ഇസ്രായേൽപ്പെട്ട ഒരു നബിക്ക് വഹി അറിയിച്ചു. എന്താണ് വഹി അറിയിച്ചത്? അന്നലി ഇബാദ, എനിക്ക് ചില അടിമകളുണ്ട്. ആ അടിമകളുടെ സ്വഭാവം എന്താണ്? യുഹിബ്ബൂനി വ ഉഹിബ്ബുഹും, അവർ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു. വയഷ്താഖൂന ഇലയ്യ വ അഷ്താഖു ഇലൈഹിം, അവർ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അവരെയും കാണാൻ കൊതിക്കുന്നു. വയദ്കുറൂനി വ അദ്കുറുഹും, അവർ എന്നെ ഓർക്കുന്നു, ഞാൻ അവരെയും ഓർക്കുന്നു. വയൻളുറൂന ഇലയ്യ വ അൻളുറു ഇലൈഹിം, അവർ എന്നെ നോക്കുന്നു, ഞാൻ അവരെയും നോക്കുന്നു. ഈ സംഭവം പറയുന്നതിന് മുമ്പ് പാപ്പ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ ഉദ്ധരിക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു വറളു അൻഹു പോലെയുള്ള, ഫീ മഖാദി സിദ്ഖിൻ ഇൻദ മലീകി മുഖ്തദിർ പോലെയുള്ള, വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ പോലെയുള്ള, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യിൻ പോലെയുള്ള ഒരുപാട് ആയത്തുകൾ വിശദീകരിച്ച് അതിൻ്റെ ഒരു തെളിവായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അള്ളാഹു ബനി ഇസ്രായേൽപ്പെട്ട ഒരു നബിക്ക് വഹി അറിയിക്കുകയാണ്, എനിക്ക് ഉന്നതന്മാരായ ചില അടിമകളുണ്ട്. ഖാല യാ റബ്ബി മാ അലാമത്തുഹും, ആ പ്രവാചകൻ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, മാ അലാമത്തുഹും, ഇവരുടെ അടയാളം എന്താണ്? നിന്റെ ഉന്നതരായ അടിമകളുടെ, മഹാന്മാരായ മശായഖന്മാരുടെ അടയാളം എന്താകുന്നു? ഖാല, അള്ളാഹു പറഞ്ഞു, യഹിന്നൂന ഇലാ ഗുറൂബി ശംസി കമാ തഹിന്നു തുയൂറു ഇലാ ഉക്കാരിഹ, പക്ഷികൾ കൂടണയുന്നത് പോലെ അവർ ഗുറൂബിൻ്റെ അസ്തമയ സമയത്ത് കൂടണയുന്നതാണ്. എന്നിട്ടോ ഫഇദാ ജന്നൽ ലൈലു, രാത്രിയായാൽ, വഖ്തലതല്ലലാം, ഇരുൾ മൂടിയാൽ, വഫുരിഷത്തിൽ ഫുറുഷു,
വിരിപ്പുകൾ വിരിക്കപ്പെട്ടാൽ, വനുസിബത്തിൽ ഉസ്ര, ഓരോ കുടുംബവും ഒരുമിച്ച് കൂടിയാൽ, വഖല കുല്ലു ഹബീബിൻ ബിഹബീബിഹി, ഓരോ ഹബീബും തൻ്റെ ഹബീബിനോടൊപ്പം സന്തോഷിക്കുന്ന ആ നിമിഷത്തിൽ ആ അർദ്ധരാത്രിയിൽ എൻ്റെ ഹബീബിങ്ങൾ എന്നോടൊപ്പം സംഗമിക്കുകയായി. അതാണ് അള്ളാഹു പറയുന്നത്, നസബു ഇലയ്യ ഖദാമഹും, അവർ എന്നിലേക്ക് വരികയായി. വഫ്തറഷു ഇലയ്യ, എനിക്ക് വേണ്ടിയാണ് അവർ ഇരിക്കുന്നത്. വനാജൂനി ബികലാം, അവർ എന്നോട് മുനാജാത്ത് നടത്തുന്നു, അവർ എന്നോട് അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. അല്ലാഹു പറയുന്നു, ഫബൈന സ്വാരിഖിൻ വബാക്, ആ കൂട്ടത്തിൽ കരയുന്നവരുണ്ട്, പൊട്ടിക്കരയുന്നവരുണ്ട്. വബൈന മുനാദി വശാഖ്, അള്ളാഹുവിനോട് സങ്കടം പറയുന്നവരുണ്ട്. വബൈന ഖായിമിൻ വഖാഇദ്, നിൽക്കുന്നവരുണ്ട്, ഇരിക്കുന്നവരുണ്ട്. വബൈന റാക്കിഇൻ വസാജിദ്, റുക്കൂ ചെയ്യുന്നവരുണ്ട്, സുജൂദ് ചെയ്യുന്നവരുണ്ട്. പല രീതിയിൽ, പല വിധത്തിൽ, പല പല ഇബാദത്തുകളുമായി ആ സമയം എന്നോട് ബന്ധപ്പെടുന്നവരാണവർ. ഫബിഅയ്നി മാ യതഹമ്മലൂന മിൻ അജലി വബിസംഇ മാ യഷ്കൂന മിൻ ഹുബ്ബി, ഞാൻ അവർ സഹിക്കുന്ന കാര്യങ്ങളെല്ലാം കാണുന്നു, അവർ എന്നോട് പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നു. ഔ മാ ഉഅതീഹിം അൻ അഖദഫ ഫീ ഖുലൂബിഹിം മിൻ നൂരി, അങ്ങനെ അതാ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രകാശത്തിൽ നിന്ന് ഇട്ടുകൊടുക്കുകയായി. ആ മഹാന്മാരായ മശായിഖന്മാരുടെ ഹൃദയങ്ങളിലേക്ക് എൻ്റെ പ്രകാശം ഞാൻ ഇട്ടുകൊടുക്കുകയായി. അങ്ങനെ എൻ്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുമ്പോൾ, ഫയുഖ്ബിറൂന അന്നീ കമാ ഉഖ്ബിറു അൻഹും, അവർ എന്നെക്കുറിച്ച് പറയുകയായി. കമാ ഉഖ്ബിറു അൻഹും, ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് പോലെ. ഇങ്ങനെയുള്ള ആളുകളാണ്, ഇതാണ് അവരുടെ ഒന്നാമത്തെ അടയാളം. എന്നാൽ അവരുടെ രണ്ടാമത്തെ അടയാളം എന്താണ്? വസാനി, അവരുടെ രണ്ടാമത്തെ അടയാളം, അല്ലൗ കാനത്തിസ് സമാവാതു സബ്ഉ വൽ അർളൂന ഫീ മീസാനി അഹദിഹിം, അതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരടയാളം. 7 ആകാശങ്ങളും 7 ഭൂമികളും അവരുടെ ഒരു കയ്യിലെ ഒരു ത്രാസിൻ്റെ തട്ടിലായി. എന്നാൽ ലസ്തഖലൽത്ഹാലഹു, അതവർക്ക് ചുരുക്കമായിരിക്കും. എന്ന് പറഞ്ഞാൽ 7 ആകാശങ്ങളും 7 ഭൂമികളും അവരുടെ കയ്യിൽ കൊടുത്താലും എന്നോടുള്ള ഹുബ്ബിന് പകരം അവർ അത് സ്വീകരിക്കുകയില്ല. അവർ എന്നെയാണ് തിരഞ്ഞെടുക്കുക. 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും നാഥനെ, രക്ഷിതാവിനെ, റബ്ബിനെയാണ് അവർ സ്വീകരിക്കുക. എനിക്ക് പകരം അവർ മറ്റൊന്നും കൊണ്ടും തൃപ്തിയാവുകയില്ല. എന്നെക്കൊണ്ടേ അവർക്ക് മതിയാവുകയുള്ളൂ. വസാലിസ്, മൂന്നാമത്തെ അടയാളം എന്താണ്? അൻ ഉഖ്ബില ബിവജ്ഹി അൽ കരീം അലൈഹിം. അല്ലാഹു അക്ബർ. അല്ലാഹു പറയുകയാണ്, ഞാൻ എൻ്റെ പരിശുദ്ധമായ വജ്ഹ് കൊണ്ട് അവരിലേക്ക് മുന്നിടുന്നതാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു തന്നെ ചോദിക്കുന്നു, അഫതറ മൻ അഖ്ബൽതു ബിവജ്ഹി അൽ കരീം അലൈഹി, നിനക്കറിയുമോ മൻ അഖ്ബൽതു ബിവജ്ഹി അൽ കരീം അലൈഹി,
ഞാൻ എൻ്റെ പരിശുദ്ധമായ മുഖം കൊണ്ട് ഒരാളിലേക്ക് മുന്നിട്ടാൽ, ഞാൻ എൻ്റെ കാരുണ്യത്തിൻ്റെ മുഖം കൊണ്ട് ഒരാളെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണ്, അദ്ദേഹത്തിൻ്റെ അവസ്ഥ എത്ര ഉന്നതമാണ്, അതിനെപ്പറ്റി അറിയുമോ? ഹൽ യഅലമു അഹദുൻ മാ ഉരീദു അൻ ഉഅ്തീഹ്. ആ മനുഷ്യന് ഞാൻ നൽകുന്ന കാര്യം ആർക്കെങ്കിലും അറിയുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സജദയിൽ കാണാമല്ലോ, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മറച്ചു വച്ച കൺകുളിർപ്പിക്കുന്ന കാര്യം ഒരാൾക്കും അറിയുകയില്ല. അത് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞതാണെങ്കിൽ അള്ളാഹുവിനെ തന്നെ നൽകുന്ന ഈ മഹാന്മാരുടെ ആ മാനസികാവസ്ഥ, സന്തോഷം എത്രമാത്രം ഉന്നതമാണ്, മഹത്തരമാണ്. എന്നിട്ട് ഗൗസുല്ലാഹി തങ്ങൾ പാപ്പ നമ്മോട് പറയുകയാണ്, ഫഅലൈക യാ അഖീ ബിത്തിബാഇഹിം. അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്ര വലിയ മശായിഖന്മാർ, ഇത്ര ഉന്നതരായ ശൈഖ് മുറബ്ബി, നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പ, ഫഅലൈക യാ അഖീ ബിത്തിബാഇഹിം, എൻ്റെ പൊന്നു സഹോദര, അവരെ നീ പിൻപറ്റിക്കോ, നിർബന്ധമായും നീ അവരോടൊപ്പം കൂടിക്കോ. അവരോടൊപ്പം കൂടിയാൽ, അവരോട് പിന്തുടർന്നാൽ, ലഅല്ലക അൻ തകൂന മിൻ അത്ബാഇഹിം, നിനക്ക് അവരുടെ അണികളിൽ, അവരുടെ താബിഈങ്ങളിൽ, അവരോട് തുടർന്ന ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കുന്നതാണ്. അല്ലാഹു അക്ബർ. ആ ഒരു തൗഫീഖാണ് വേണ്ടത്. ഇത്ര ഉന്നതന്മാരായ മശായിഖന്മാരെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അവരുടെ സ്ഥാനം എന്താണ്? അവർ അധ്വാനിക്കുന്നത് പോലെ നമുക്ക് അധ്വാനിക്കാനും കഴിയുകയില്ല. പക്ഷേ നമുക്ക് അവരോടൊപ്പം കൂടാം, അവരെ പിൻപറ്റാം. അവരെ പിൻപറ്റി അവരോടൊപ്പം കൂടിയാൽ, അവരുടെ ഒരു അണിയായി, അവരുടെ ഒരു മുരീദായി അവർ നമ്മെ സ്വീകരിച്ചാൽ നമ്മൾ സലാമത്തായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നീട് ഗൗസുല്ലാഹി തങ്ങൾ പാപ്പ പറയുന്നു, വസല്ലിം ലഹും മാ തറാ വമാ തസ്മഅ. നീ ഉന്നതന്മാരായ മശായിഖിൽ നിന്ന് കാണുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അംഗീകരിച്ചു കൊടുക്കുക. നീ അവരിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് നീ അംഗീകരിച്ചു കൊടുക്കുക. അതിനെ നീ നിന്റെ ചെറിയ ബുദ്ധിയിൽ അളക്കല്ലേ, തൂക്കല്ലേ, മനസ്സിലാക്കല്ലേ. അത് എന്താണെങ്കിലും അത് അന്ധമായിട്ട് തന്നെ വിശ്വസിച്ചു കൊള്ളുക. എന്നാൽ തനൽ മിനസ്സആദതി മൻസിലൻ അർഫഅ, നിനക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം, ഏറ്റവും ഉന്നതമായ വിജയം ലഭിക്കാൻ അത് സഹായിക്കുന്നതാണ്. തനൽ മിനസ്സആദ, നിനക്ക് വിജയം നേടാം. മൻസിലൻ അർഫഅ, ഏറ്റവും ഉന്നതമായ സ്ഥാനം തന്നെ നേടാം. ഫല്ലാഹ നസ്അൽ, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, അൻ തഹ്കിതഹില അബ്സാറുനാ ബിനൂരി ഹിദായത്തി, നമ്മളുടെ കാഴ്ചകളെ ഹിദായത്തിൻ്റെ വെളിച്ചം കൊണ്ട് അള്ളാഹു സുറുമയിട്ട് തരട്ടെ. വയുഷദ്ദിദ ഖവാഇദ അഖായിദിനാ ബിഹുസ്നി റിആയതി, നമ്മുടെ വിശ്വാസങ്ങളുടെ അടിത്തറകളെ അള്ളാഹുവിൻ്റെ പരിഗണനയുടെ നോട്ടം കൊണ്ട്, നല്ല നോട്ടം കൊണ്ട് അള്ളാഹു ശക്തിപ്പെടുത്തട്ടെ. ആമീൻ. അതുകൊണ്ട് തന്നെ മോമിനീങ്ങളെ, ഇതുവരെ ഖാദിരിയത്തിൻ്റെ വഴിയിൽ കടന്നു വരാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടായി പറയുന്നു, ഈ വഴിയിലേക്ക് കടന്നു വരിക. ഏറ്റവും ഉന്നതരിൽ ഉന്നതരായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പയുടെ വഴിയാണ് ഈ വഴി. അവരോടൊപ്പം കൂടി രണ്ട് ലോകവും സലാമത്താവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അള്ളാഹുവേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ലാഹി തങ്ങൾ പാപ്പാൻ്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.